ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെടികളുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. നല്ലൊരു മഴയൊക്കെ കിട്ടിയായിരുന്നു 2 ദിവസം മുന്നേ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പുതിയ ഓരോരോ അതിഥികൾ വന്നിട്ടുണ്ട്. പുതിയ അതിഥികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതൊന്നല്ല കേട്ടോ. ഇത് കണ്ടില്ലേ, കാശിത്തുമ്പ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന കളറല്ല, ഒന്നുകൂടി ഡാർക്ക് കളറായിട്ടാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നിങ്ങളുടെ വീട്ടിൽ ഇതിൻ്റെ ഏതൊക്കെ കളറുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് നമ്മുടെ റോസ പ്രൂൺ ചെയ്ത് കൊടുത്തതാണ്. ഇതിൻ്റെ ഇല കണ്ടോ, റെഡ് കളറായിട്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ ഇത് പെൻറ്റാസ് കേട്ടോ. ഇത് നമ്മളൊരു കമ്പ് നട്ടതായിരുന്നു. അപ്പോൾ അതുമ്മ പൂ വിരിഞ്ഞിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ വേറൊരു കളർ കൂടി നട്ടു കൊടുത്തിട്ടുണ്ട്, പൂ വിരിഞ്ഞിട്ടില്ല. ഇത് നമ്മുടെ ഗ്രീൻ റോസാണ്. കൊണ്ടുവന്നപ്പോൾ നല്ല പോലെ ഉണ്ടായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചതെന്ന് അറിയില്ല, ഒരു വാട്ടൊക്കെ അനുഭവപ്പെട്ടോ ഞാൻ നിലത്തേക്ക് മാറ്റി വെച്ചതാട്ടോ. ഇപ്പോൾ ഉഷാറായി വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ സീനിക എല്ലാ വീഡിയോയിലും കാണിക്കുന്നത് തന്നെയാണ്. വെറൈറ്റി കളേഴ്സുകളാണ് ഉണ്ടായിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കളേഴ്സുകളാണ് കേട്ടോ. പലതരം കളേഴ്സാണ് വന്നിട്ടുള്ളത്. സംഭവം ഒരു തൈ തന്നെ ആയിരുന്നു. പൂ വിരിഞ്ഞപ്പോൾ പല കളറായി പോയതാണ്. പിന്നെ ഈ പൂ നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ പേരൊന്നും അറിയില്ല. ഇതൊരു കാട്ടുപൂവാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ നല്ല ഭംഗിയാട്ടോ കാണാൻ. ഇത് നമ്മൾ നിലത്ത് നട്ടു കൊടുത്ത 10 മണിയാണ്. 2 കളറാണ് നട്ടു കൊടുത്തത്. പക്ഷേ ഇപ്പോൾ വെറൈറ്റി ഓരോരോ കളേഴ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ കമ്മൽപ്പൂവ്. തൈ നട്ട് കൊടുത്തിട്ട് ഇപ്പോഴാണ് ഇതിന്മേ പൂവൊന്ന് പിടിച്ച് കണ്ടത്. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് കേട്ടോ, പൂമ്പാറ്റച്ചെടി. ഇത് തൈ കൊടുന്ന് നട്ടു കൊടുത്തതാണ്, ഉണ്ടായി വരുന്നുണ്ട്. ഇത് നമ്മുടെ മോൺസ്റ്റർ പ്ലാന്റിൻ്റെ ഒരു കട്ടിങ്സ് നിലത്ത് കുത്തി വെച്ചതാണ് കേട്ടോ. അത് ഉണ്ടായി വരുന്നുണ്ട്. ഇത് 10 മണിയുടെ കട്ടിങ്സ് എല്ലാം പാടെ ഒരു ചട്ടിയിലാക്കിയതാണ്. നമ്മുടെ അഡീനിയം കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത്. നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഷെയ്ഡിലായിരുന്നു വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ വെയിലത്തേക്ക് മാറ്റി വെച്ചപ്പോൾ നല്ല പോലെ പൂ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് എല്ലാവർക്കും അറിയാം, കാരണം നമുക്ക് 1.8 മില്യൺ വ്യൂവേഴ്സ് കിട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടോ. അത് ഉഷാറായിട്ട് പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ അഡീനിയം വിത്ത് പാകി തൈ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. ഈ പൂവ് കണ്ടോ, ലൈറ്റ് റോസായിട്ട് വരുന്ന ഈ പൂവ്. ഇതിൻ്റെ പേരറിയില്ല, പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. കുറച്ച് നേരം ഇത് നിൽക്കുള്ളൂ, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വാടിപ്പോവും കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഇത് ഞാനൊരു വെള്ള പിങ്കാ റോസിൻ്റെ കട്ടിങ്സ് വെച്ച് കൊടുത്തതാണ്. അത് നല്ലപോലെ പിടിച്ച് വന്നൊരു പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ നമ്മളെപ്പോഴും വീഡിയോയിൽ കാണിക്കാറുള്ള നമ്മളെ വിങ്കാ റോസാണ് കേട്ടോ. അത് ട്രീ പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അടിയിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട്. നമ്മുടെ റോസൊക്കെ നല്ലപോലെ തളിർപ്പുകളൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മുടെ പീസ് ആൻഡ് ലവ് റോസാണ്. പിന്നെ നമ്മൾ കുറച്ച് മല്ലികയുടെ വിത്തൊക്കെ പാകി കൊടുത്തിരുന്നു കേട്ടോ. അതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. ഇത് പൂമ്പാറ്റച്ചെടിയുടെ വിത്ത് പാകി കൊടുത്തതായിരുന്നു കേട്ടോ. അത് മുളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി തൈയായിട്ട് പറിച്ച് നടാം. ഇത് നമ്മുടെ ആകാശമുല്ലയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വലുതായിരുന്നു. അപ്പോൾ ഒരു കയറൊക്കെ കെട്ടി സൺഷെയ്ഡിൻ്റെ മേലൊക്കെ കയറൊക്കെ കെട്ടി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ പടർന്നു പോയി അതുമ്പോൾ റെഡ് കളർ പൂവൊക്കെ ഉണ്ടായി കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇത് കണ്ടോ, ഇത് നല്ല ഭംഗിയുള്ളൊരു പൂവാണ്. ഇതിൻ്റെ പേരൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷേ കുറേ പൂവ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കാശിത്തുമ്പയുടെ റെഡ് കളർ കാശിത്തുമ്പയാണ്. ഇത് കണ്ടോ, നമ്മുടെ ഡാലിയ. നല്ല ഭംഗിയുണ്ട്. 2 കളറായിട്ടാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. സത്യം പറഞ്ഞാൽ ഞാൻ യെല്ലോ കളറാണ് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്, പക്ഷെ അതിലേറെ ഭംഗിയാട്ടോ ഇപ്പോൾ കാണാനായിട്ട്. ഇത് നമ്മുടെ സീനിക ചെടിയാട്ടോ ഉണ്ടായി വരുന്നത്. അത് വിത്ത് എങ്ങനെയോ വീണതാണ്, പക്ഷേ നല്ല പോലെ മുളച്ച് വന്നിട്ടുണ്ട്. ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ റോസായിരുന്നു. നല്ലവണ്ണം പോയതായിരുന്നു. ഇപ്പോൾ ഒന്ന് തളിർപ്പൊക്കെ വരുന്നുണ്ട്. ഈ ചെടിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ഇത് നമ്മുടെ ടർട്ടിൽ വൈന് സ്ക്വയർ ഷേപ്പിൽ നട്ടു കൊടുത്തതാണ്. നല്ല പോലെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെടികളുടെ വിശേഷങ്ങൾ കേട്ടോ. ഈ പൂവ് കണ്ടോ, ഇത് കാണാനും നല്ല ഭംഗിയില്ല. ഇതിൻ്റെ പേരും എനിക്കറിയില്ല. എവിടെന്നെങ്കിലുമൊക്കെ കാണുമ്പോൾ ഒരു കട്ടിങ്സ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അങ്ങനെ നട്ടു കൊടുക്കുന്നതാണ്. പേരൊന്നും അന്വേഷിക്കാൻ നിൽക്കാറില്ല കേട്ടോ. ഇത് കൊറിയോപ്സിസ് പ്ലാന്റിൻ്റെ തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് നട്ടു കൊടുത്തതാണ്. ഇത് നമ്മുടെ ബട്ടൺ റോസ് ആണ് കേട്ടോ. റെഡ് കളർ ബട്ടൺ റോസാണ്. നല്ലപോലെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
മൊട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇത് ശംഖുപുഷ്പത്തിൻ്റെ വിത്താണ് കേട്ടോ. അത് നട്ടുകൊടുത്തത് മുളച്ച് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ മീഷോയിൽ നിന്ന് വാങ്ങിയ വിത്ത് നട്ടുകൊടുത്തതാണ് കേട്ടോ. അതിലൊന്ന് മാത്രമേ മുളച്ച് വന്നിട്ടുള്ളൂ. ഹോളി ഹോക്സിൻ്റെ വിത്താട്ടോ മുളച്ച് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള പൂവാണ് സത്യം പറഞ്ഞാൽ കാണാനൊക്കെ. ഇനി എന്താവോ എന്തോ, മറ്റേ വിത്തൊക്കെ ഒന്ന് മുളച്ച് കിട്ടിയിരുന്നെങ്കിൽ ഭാഗ്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കണേ.